അർജുനെ പറ്റി പറയുകയാണെങ്കിൽ കൊറോണ ഏറ്റവും കൂടുതൽ മുതലെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞങ്ങള് റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതെ ഈ കോമഡിയിൽ വീണില്ല എന്ന് പറയുമ്പോഴേ അതെ അല്ല ഇപ്പൊ ഈ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു ശരിക്കും. സത്യമായിട്ടും പേടിയായിരുന്നു. ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അർജു റോസ്റ്റ് കേട്ടോ, സൂക്ഷിച്ചോ. വില്ലനായിരുന്ന സമയത്ത് കുട്ടി റീൽസ് ചെയ്യാറുണ്ടായിരുന്നല്ലോ. എപ്പോഴെങ്കിലും അർജുനെ പേടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആള് വന്നതിന് ശേഷമാണ് ഞാൻ റീൽസ് ചെയ്തതെങ്കിലും എന്റെ ഇതുവരെയായിട്ടും റോസ്റ്റ് ഒന്നും പിന്നെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം വെച്ചാൽ എന്റെ അനിയന്മാരൊക്കെ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. അത് പിന്നെ ഫോട്ടോയൊക്കെ വരച്ചിട്ട് എനിക്ക് കാണിച്ചു തരും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ആ സമയത്ത് അല്ല, ആ സമയത്ത് ഞാൻ റീൽസിൽ പോലും ഇല്ല. ടിക്ടോക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സമയമല്ലേ. ഡിഗ്രി കഴിഞ്ഞതൊക്കെ ഡിഗ്രി കഴിഞ്ഞ് ടിക്ടോക്ക് ബാൻ ആയി പോയത് അല്ലേ? ടിക്ടോക്ക് ചെയ്യുമായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ അർജു എന്തുകൊണ്ടാണ് റോസ്റ്റ് അങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് തോന്നിയത്? അത് അപ്പം ട്രെൻഡിങ് അതായിരുന്നല്ലോ, നോർത്തിലെ കാരിമിനാറ്റി ആ ഒരു സാധനം ഇദ്ദേഹത്തിന് ഒരിക്കലും റോസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല? അദ്ദേഹം നല്ല സാധനം, എനിക്ക് ഇഷ്ടം പുള്ളിയുടെ വീഡിയോസ്. റോസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഞങ്ങളന്ന് അസൂയോടായിരുന്നു പുള്ളി കണ്ടോണ്ടിരുന്നത്. നമുക്കെല്ലാം ഫോളോവേഴ്സ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചേ ഉള്ളായിരുന്നു. പുള്ളിക്ക് പെർ ഡേ 1 million 2 million സബ്സ്ക്രൈബേഴ്സ്. നമ്മളെല്ലാം ഇങ്ങനെ എടുത്തു നോക്കുമ്പോ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 5 ലക്ഷം 10 ലക്ഷം. വലിയ ആള്. ശരിക്കും പാപ്പയായിരുന്നു ആ കാലത്ത്. അതായത് നമ്മളൊക്കെ ഇപ്പൊ 1 million ആയില്ല. പുള്ളി ഒരു ദിവസം കൊണ്ട് 1 million സബ്സ്ക്രൈബേഴ്സ് വന്നു. നമുക്ക് നമ്മളെല്ലാം ഇതായിരിക്കും അന്നത്തെ യൂട്യൂബർമാർ ഫുള്ള് കൂടിയിരുന്നതാ സംസാരിക്കും. എങ്ങനെ പറ്റിയത്? അതിനും മേനപ്പിയായിരിക്കും. അപ്പം ഋതുവിനെ പറ്റി പറയുകയാണെങ്കിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഋതു വളർന്നു വന്നൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടേഴ്സ് ആണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ആ ഒരു പ്രോസസ് ഒക്കെ എങ്ങനെയാണ്? ഡയറക്ടറും ടീമിന്റെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമേ. അതിനായിട്ട് വേണ്ടിയിട്ട് പേഴ്സണലി ചെയ്യും. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി 1 പ്രോജക്റ്റ് ആയിട്ട്. ഇപ്പോൾ ഓരോ പടങ്ങളും ചെയ്യുമ്പോഴും എനിക്ക് ഓരോ ഐഡിയകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് പടം വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഐഡിയ വരും. അങ്ങനെ കിട്ടുന്ന ഐഡിയകൾ വെച്ച് എന്തൊക്കെ അറിയോ അതൊക്കെ ഫോം ചെയ്ത് പരിപാടി ചെയ്യുക. മെയിൻലി ഞാൻ ഡയറക്ടറിനെ റിലേ ചെയ്യുന്ന ആളാണ്. ഞാൻ ഡയറക്ടറിന് എന്ത് വേണോ പുള്ളിയുടെ ഇൻപുട്ട് കേൾക്കുക. കാരണം അതിൽ നിന്നാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. പുള്ളി എന്ത് പറയുമോ അതിൽ നിന്ന് എന്റെ ആഡ് ചെയ്യുക, അല്ലാതെ പറ്റത്തില്ല എനിക്ക്. അല്ലെ, ഡയറക്ടറിന്റെ ഇതില്ലാതെ നമുക്ക് പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഒരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഗസ്റ്റേഴ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഒബ്സർവിംഗ് എന്തായാലും ചെയ്യണം. ഒബ്സർവിംഗ് പ്രൈമറി കാര്യങ്ങളാണ്, ബേസിക്. അത് ചെയ്തേ പറ്റൂ. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഇൻഫിനിറ്റി മെത്തേഡ് എന്നാണ്. ലൈക് 1 മെത്തേഡ് 5 മെത്തേഡ് 10 100 1000 മെത്തേഡ് അല്ല, ഇൻഫിനിറ്റി ഉണ്ട്. ലൈക്ക് കാരണം ലൈക് ബേസിക് നമ്മൾ ലൈഫ് റീക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. അപ്പൊ അതിന് നമ്മള് ജീവിക്കുമ്പോൾ പല മെത്തേഡും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇനിയും പഠിച്ച് ഡെവലപ്പ് ചെയ്ത് വരിക. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അങ്ങനെ എനിക്ക് അങ്ങനെ നല്ല ഐഡിയ ഒന്നും ഇല്ല. ഞാൻ അങ്ങനെ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് സത്യമായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ് കിട്ടിയത്. പ്രോജക്ട്സ് എല്ലാം അടിപൊളി ബ്ലെസ്സിങ്സ് ആണ്. മുറ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ആൾക്കാരുടെ ഒരു റെസ്പോൺസും ആ ഒരു സ്നേഹവും ഒക്കെ എങ്ങനെയായിരുന്നു? കണ്ട ആൾക്കാരൊക്കെ ഭയങ്കര ലവ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടും സിനിമയെ പറ്റി പറയുന്നതും. കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് റെഡ് കാർപ്പറ്റ് ഒക്കെ കീഴടക്കി വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ പറ്റി അല്ല ഭീകരമായിരുന്നു. സത്യം എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു വരുവാണെങ്കിൽ അതൊരു എന്ന് പറയുമ്പോൾ അൺഫർഗറ്റബിൾ മെമ്മറി എന്ന് പറയാം. ഭയങ്കര എന്താ പറയാ, ക്യാൻ പൊളിയാണ്. നിങ്ങൾക്ക് അറിയാലോ, ക്യാനിൽ പോയി നിങ്ങൾ പോയാലും പൊളി. ഓസ്കറിനോ ക്യാനിലോ ഇവിടെയൊക്കെ പോയാൽ നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് ആ എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട്. ഇപ്പം നിങ്ങൾ 3 പേരും സോഷ്യൽ മീഡിയയിലാണ് നമുക്ക് ആദ്യം കണ്ട് പരിചയമായിട്ടുള്ളത്. അപ്പം നമ്മളെപ്പോഴും പറയും സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബേസ് ഉണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയും. അപ്പം സോഷ്യൽ മീഡിയ നിങ്ങൾ എത്രത്തോളം സിനിമയിലേക്ക് വരാനായാലും ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യാനാണെങ്കിലും എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ പഠിച്ചത് മൾട്ടിമീഡിയ ആണ്. അപ്പം ഞങ്ങൾ സിനിമ ഷോർട്ട് ഫിലിംസ് കുറെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറെ ചെയ്ത് നമുക്ക് ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ് സിനിമ
സിനിമയുടെ ചെറിയൊരു വെർഷൻ ആണെങ്കിലും ഫുൾ പ്രോസസ്സൊക്കെ അതൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെറിയൊരു ഐഡിയ ഉണ്ട്. പിന്നെ സിനിമയിലോട്ട് വന്നപ്പോൾ അത് എൻ്റെ വേറൊരു സാധനം കൂടിയാണ്. കാരണം കുറെ പൈസ ഇൻവോൾവ് ആണ്, കുറെ ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടി. ഇത് ഫ്രണ്ട്സ് ആണെങ്കിൽ അത് വേറെ ക്രൂ. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇപ്പൊ അഭിനയിക്കുവാണെങ്കിലും എല്ലാം അഭിനയം തന്നെയാണ്. നമ്മളപ്പം ഡയറക്ടർ പറയുന്ന കേൾക്കാതെ ചെയ്യാതെ ആ ഒരു സാധനം ഇതുവരെ ചെയ്തിട്ടുള്ളൂ. പുള്ളിക്ക് വേണ്ട എന്താണോ അത് കൊടുക്കുക. പിന്നെ ആൾക്കാരോട് വിർച്വലി ആണെങ്കിലും സംസാരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഭയങ്കര ഒരു ഇപ്പൊ ഞാൻ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും നമുക്ക് സഭാകമ്പമൊക്കെ അങ്ങനെ മാറും സംസാരിച്ച്. സോ അതുകൊണ്ട് ഇപ്പം പെർഫോം ചെയ്യാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആൾക്ക് മുമ്പിൽ. അത് സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്താണ്. ഞാൻ ബേസിക്കലി അങ്ങനെ എവിടെ പോയാലും സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സംസാരിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ് സെറ്റിലൊക്കെ. അപ്പം കൊറോണ ടൈമില് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും വിചാരിച്ചോ സിനിമയിലേക്ക് ഞാൻ എത്തും, സിനിമയിലേക്ക് എത്താൻ വേണ്ടിയാണ് എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തത്. ഞങ്ങൾ എല്ലാ ദിവസവും എഞ്ചിനീയറിംഗിനാണെങ്കിലും ഞങ്ങൾ എപ്പോഴും ക്ലാസ് കേട്ടേ സിനിമക്കൊക്കെ പോയിട്ട് ഫുള്ള് സിനിമ കാണുമായിരുന്നു. ആ സമയത്ത് എൻട്രൻസ് കോച്ചിങ് പഠിച്ചപ്പം ചാടിപ്പോയാണ് വടങ്ങ സെൽഫിയൊക്കെ ആ സമയത്ത് ഇറങ്ങി. അത് കണ്ട് അപ്പം വീട്ടിൽ നിന്ന് വിളിപ്പിക്കും, എഞ്ചിനീയറിംഗിന് പോയി വീട്ടിൽ നിന്ന് വിളിപ്പിക്കും. ഇതൊക്കെ ഞങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഞാൻ ഫസ്റ്റ് ഇയർ ഒക്കെ എഴുതിയത്. പിന്നെ മനസ്സിലായി വീട്ടുകാർക്ക് കാര്യമില്ല, നിർത്തിക്കോളാൻ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ വന്നിട്ടാണ് ഇത് പഠിച്ചത്. പിന്നെ മാസ്റ്റേഴ്സും ഇത് തന്നെയാണ് പഠിച്ചത്, ജേർണലിസം സിനിമയും. പിന്നെ കറക്റ്റ് എത്തേണ്ട സ്ഥലത്തെത്തി, ആഗ്രഹ സ്ഥലത്തെത്തി. കുട്ടി ഞാൻ മൾട്ടിമീഡിയ പറഞ്ഞ പോലെ മൾട്ടിമീഡിയ പഠിച്ചത്, ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഇന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ റീൽസിലൂടെ സിനിമ എന്താണെന്ന് പോലും അറിയാത്ത ഒരു ആള് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു എൻ്റെ ഒരു ജേണൽ. ആ വരുന്ന ആ ജേണി അങ്ങനെയായിരുന്നു. ഞാൻ റീൽസൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പടങ്ങൾ കാണാനുള്ള ആഗ്രഹം തോന്നിയത്. പിന്നെ എൻ്റെ അനിയന്മാർ രണ്ടുപേരും എല്ലാ പടങ്ങളും ഇരുന്ന് കാണും. റിലീസ് ചെയ്യുന്ന പടങ്ങളായാലും പോയിരുന്ന് അവന് പോയി കാണും. ഞാനായിരിക്കുമ്പോൾ ഒട്ടും കാണാത്തൊരാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് തന്നെ ഈ ഒരു ആവേശം എന്ന് പറഞ്ഞ ഫസ്റ്റ് മൂവി വരുന്നത്. ആ സമയത്ത് അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും സിനിമ കാണാനുള്ള ആഗ്രഹം ഉണ്ടായത് ആ ഒരു ഓപ്പർച്യൂണിറ്റി റീൽസിലൂടെയാണ് എനിക്കത് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ടാണ് റീൽസ് കണ്ടിട്ടാണ് ഷിഫ്നാത്ത വിളിച്ചത്, ചെത്തിച്ചാട്ടൻ കോണ്ടാക്ട് ചെയ്ത് വരാൻ പറഞ്ഞത്. അപ്പം അതിലൂടെയാണ് ഞാൻ വന്നത്. അപ്പം അത് മുഖേന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഈ പടത്തിലൂടെ ഡയറക്ടർ ഫൈസൽ ബ്രോ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടി. ഇനി ഇവിടെ നിന്നും പോകുമ്പോഴും ചിലപ്പോൾ അവിടെ നിന്ന് നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഇത് പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ശരിക്കും പറഞ്ഞ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഒന്നും ആയിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് ഒരു സന്തോഷം ഇതൊക്കെ. ശ്രീകാന്ത്, ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു 2-3 മാസത്തിനിടയ്ക്ക് ഇതിപ്പോ 3ാമത്തെ സിനിമയാന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ല, ഈ 2 മാസത്തിനിടയ്ക്ക് 2 മാസത്തിനിടയ്ക്ക് നമ്മുടെ ഇതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഇതൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളായതുള്ളൂ. ഞാൻ അതുവരെ ഗൾഫിലായിരുന്നു. 2012 മുതൽ 2019 വരെ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ആ കോവിഡ് സമയത്തോടനുബന്ധിച്ചാണ് ഞാൻ നാട്ടിൽ വന്നതും. ഞാൻ കുറച്ച് നാൾ ഈ TV ചാനൽസിൽ വർക്ക് ചെയ്തു, കണ്ടന്റ് റൈറ്റിങ്ങിൽ. അത് കഴിഞ്ഞ് ഇപ്പോൾ കോവിഡായപ്പോഴാണ് സ്വന്തമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ പരിപാടികൾ തുടങ്ങിയത്. അങ്ങനെ അതിലൂടെയാണ് ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച മറ്റേ നമ്മുടെ സൂപ്പർ ശരണ്യ ഗിരീഷ് ഷേഡിയാണ്. പുള്ളി ഒരു ദിവസം മെസ്സേജ് അയച്ചിട്ട് അങ്ങനെയാണ് ആദ്യത്തെ ചാൻസ് കിട്ടിയത്. എല്ലാം വീഡിയോസ് കണ്ടിട്ടാണ്. അങ്ങനെ നമ്മുടെ ഒരു ബേസും ഇത് തന്നെയാണ്, യൂട്യൂബ് പരിപാടികൾ. പ്രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ കൂടെ സർപ്രൈസ് ഹിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലൈഫ് എത്രത്തോളം ചേഞ്ച് ചെയ്തു? എന്റെ ഫേവറേറ്റ് സോങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ് ആണ്. ஆக்சுவலி சாங் ரிலீஸ் ஆகிறதுக்கு முன்னாடி யாருக்குமே எனக்கு தெரியல. அதுக்கப்புறம் பிகாஸ் எனக்கு ஒரு பிளாட்ஃபார்ம் எல்லாருக்கும் ஓகே இப்படி ஒரு பொண்ணு இருக்கா, டான்ஸ் ஆட தெரியும் அப்படி தெரிஞ்சதுக்கப்புறம் மூவிஸ்லேயுமே நிறையா ஆப்பர்ச்சுனிட்டிஸ் வர ஆரம்பிச்சிருச்சு. ஆடிஷனுக்கு நிறையா ஆப்பர்ச்சுனிட்டிஸ் வர ஆரம்பிச்சிருச்சு. தீஸ் டேஸ் இட்ஸ் இம்பார்ட்டன்ட் ஃபார் த ப்ரொடியூசர் ஆல்சோ டு ஃபீல் லைக் இந்த ஆக்டருக்கு ஒரு விசிபிலிட்டி இருந்தால் அவங்களுக்குமே அது ஹெல்ப்ஃபுல்லாக தானே இருக்கும். ஸோ இன் தட் வே எனக்கு இட் வாஸ் வெரி வெரி ஹெல்ப்ஃபுல் அண்ட் അപ്പം മേനെ പ്യാർ കിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് ഓഡിയൻസിന്റെ അടുത്ത് പറയാനുള്ളത്? നമ്മുടെ പ്രേക്ഷകരോട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മസ്റ്റ് വാച്ച്. അതല്ല, നിങ്ങളുടെ മൂവിനെ മേനെ പ്യാർ കിയ എന്ന് പറയുന്നത് ഒരു ജേർണിയാണ്. ഒരു ക്യാരക്ടറിന്റെ, ഒരു യൂത്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു ലവ് ജേർണി. അത് എവിടെയൊക്കെ അവനെ കൊണ്ടെത്തിക്കുന്നു,
അവൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ ജേണിയൊക്കെ ചേർന്നാണ് മേനെ പേരയ്ക്ക. സോ അതെല്ലാം ഉണ്ട്, ലവ് ഉണ്ട്, ബാക്കി ഫൈറ്റ് ഉണ്ട്, ത്രില്ലുണ്ട്, എല്ലാം ചേർന്ന സസ്പെൻസ് ഉണ്ട്. സോ എല്ലാം ചേർന്ന ഒരു സാധനമാണ് ഓണത്തിന് വരുന്നത്. ഒരു തിയേറ്റർ വാച്ചാണ്, തിയേറ്ററിന് വേണ്ടിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു മൊത്തം സംഭവങ്ങൾ. സോ ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, എൻജോയ് ചെയ്യുക ഫാമിലി ആയിട്ട്. ഉണ്ടാക്കിയതേ ഒരു എല്ലാവർക്കും കണ്ട് ഓരോ മൊമെന്റും ത്രില്ലാവാനും ഹാപ്പി ആവാനും ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് അല്ലേ. അപ്പം അത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. എല്ലാവരും എന്റർടൈൻ ആകണം, അപ്പം ആരും എന്റർടൈൻ ആകാതെ പോകത്തില്ല. സോ എല്ലാവരും ആക്ച്വലി എല്ലാവരും ഒരു സെലിബ്രേഷൻ മൂവി ആയിരിക്കും ഓണം സമയത്ത് എല്ലാവരും ഒന്ന് കാണുമ്പോൾ. എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ പ്രോജക്ട്സ്? ഏതൊക്കെയാണ്? ഡിസ്കഷൻ നടക്കുന്നുള്ളൂ, എല്ലാം പിന്നെ അറിയിക്കാം. ഓക്കെ. ഡൂഡ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നുണ്ട് തമിഴില്. പിന്നെ ഡിസ്കഷൻ ലൈക്ക് ഓൺ ടോക്സ് വേറെ 3 പ്രോജക്ട്സ് ഉണ്ട്. ഓക്കെ. എനിക്ക് പിന്നെ കറക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇനി മലയാളത്തിൽ സർവമായാണ് നിവിൻ പോളി സാറോടെയും അഖിൽ സത്യൻ അവങ്ങളോടെയും മൂവി ഉണ്ട്. ചേട്ടാ സുമതി വളവാണോ ഓഗസ്റ്റ് 1, പിന്നെ ഓടും കുതിര ചാടും കുതിര, പിന്നെ നമ്മുടെ മേനെ പ്യാർക്കിയ, പിന്നെ കുറച്ച് സിനിമകളുണ്ട്. നമ്മുടെ ഷൈൻ ചേട്ടന്റെ കൂടെ ഒരു പരിപാടി ചെയ്യുന്നുണ്ടല്ലേ? ഇറങ്ങുന്നുണ്ട് ഈ മാസം. അങ്ങനെയൊക്കെ